ഹലോ ഗൈസ്, അപ്പോൾ നിങ്ങൾ 3ds Maxൽ കയറുമ്പോൾ ഇങ്ങനെ നമ്മുടെ കേവസ് കോസ്മോസ് എന്ന് പറയുന്ന മെറ്റീരിയൽ ബ്രൗസർ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളിങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ സൈറ്റ് ഇതേപോലെ ദിസ് സൈറ്റ് ക്യാൻ ബി റീച്ച്ഡ് എന്ന് പറഞ്ഞ ആ ഒരു ഇൻ്റർഫേസാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ, അല്ലെങ്കിൽ പ്രോപ്പർലി ലോഡ് ആവുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ഏതൊരു കാരണം ആയിക്കോട്ടെ നിങ്ങൾക്കിത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. നിങ്ങൾ നേരെ ഇതിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഈ സ്റ്റാർട്ട് എന്ന് പറയണ അവിടെ ഇല്ലേ, അവിടെ പോയിട്ട് സ്റ്റോപ്പ് കെയോസ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യണം. സ്റ്റോപ്പ് കെയോസ് കോസ്മോസ് ബ്രൗസർ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് അതിനാണെങ്കിൽ സ്റ്റോപ്പ് ചെയ്യിക്കണം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് സ്റ്റോപ്പ് ആവും. സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മളിപ്പോൾ ആ 3ds Maxൽ കയറിയിട്ട് അതെടുത്ത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഇപ്പം കണ്ടോ, ഇതേപോലെ ചെയ്യുമ്പോഴത്തേക്കും അതിൽ സൈറ്റ് ക്യാൻ ബി റീച്ച്ഡ് എന്ന് പറഞ്ഞ് കാണിക്കും. അല്ലെങ്കിൽ ചില സമയത്ത് മറ്റേ 3 ഇത് വന്നിട്ട് അത് മെറ്റീരിയൽ ബ്രൗസർ ഓപ്പൺ ചെയ്യുന്നില്ലായിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ പോകുക, ദിസ് PC പോയിട്ട് വിൻഡോസിൽ കയറി പ്രോഗ്രാം ഫയൽസ് ഓപ്പൺ ചെയ്യുക. പ്രോഗ്രാം ഫയൽസ് ഓപ്പൺ ചെയ്തതിന് ശേഷം അതിൽ കെയോസ് കോസ്മോസ് എന്ന് പറയുന്ന അതിൽ കെയോസ് ഗ്രൂപ്പ് എന്ന് പറയുന്ന അത് ഓപ്പൺ ചെയ്യണം. ആ ഫയൽ കെയോസ് ഗ്രൂപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം കെയോസ് കോസ്മോസിൽ അതിന് റൺ ആസ് അഡ്മിനിസ്ട്രേറ്റർ കൊടുക്കണം. റൺ ആസ് അഡ്മിനിസ്ട്രേറ്റർ കൊടുക്കുമ്പോഴത്തേക്കും അത് റൺ ചെയ്യും. അത് റൺ ചെയ്തിട്ട് നിങ്ങൾ തിരിച്ച് 3ds Maxലോട്ട് തിരിച്ച് വരുമ്പോഴത്തേക്കും മെറ്റീരിയൽ ലൈബ്രറി ഓപ്പൺ ആക്കി റീലോഡ് കൊടുക്കുമ്പോഴത്തേക്കും അത് ശരിയാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ദയവായി ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.